ഫ്രണ്ട്സ്, വെൽക്കം ടു മംഗലശ്ശേരി വ്ളോഗ്സ്. ഇന്ന് നമ്മൾ പുറത്ത് നല്ല മഴയായിട്ട് നമ്മൾ ഇന്നൊരു സാധനം ഉണ്ടാക്കാനൊന്നും ഇരിപ്പില്ല കേട്ടോ. ഇവിടെ നമ്മൾ മാങ്ങ എനിക്ക് നല്ല പുളിപ്പുള്ള മാങ്ങ കേട്ടോ. ഇപ്പൊ ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. നമ്മള് ഉപ്പും മുളകും എടുത്ത് തേക്കാൻ വേണം ചെയ്യാണ്. ഇതാ നമ്മുടെ മാങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം. ഇൻഗ്രീഡിയൻസ് ആയി ഫസ്റ്റ് കുറച്ച് കല്ലുപ്പ്, കുറച്ച് മുളക് പൊടി. ഇനി നമുക്ക് ഈ മാങ്ങ നന്നായിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ മുറിക്കാൻ നിന്നാണ് ചന്ന മീനം കളങ്ങനെയായിട്ട് സാരമില്ല കേട്ടോ. നമുക്ക് മുളക് വയ്ക്കാം. നമ്മുടെ കല്ലുപ്പും മുളകും എല്ലാം ഒന്ന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൽ നമുക്കിതൊന്ന് ഒഴിച്ചെടുക്കാം. കുറച്ച് മതി കേട്ടോ. കൈ വെച്ച് മിക്സ് ചെയ്ത് എൻ്റെ കൈ ഒന്നാമത്തെ മുറിഞ്ഞിരിക്കാം. അപ്പൊ നമുക്ക് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് മിക്സ് ചെയ്തപ്പോൾ കുറച്ച് കിട്ടും കേട്ടോ. തേച്ചിട്ട് വേണമെങ്കിൽ ഒന്നോടെ ഇടാതെ നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. തേക്കുമ്പോൾ എന്തായാലും സ്പൂൺ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, കൈ കൊണ്ട് ചെയ്യാം. കണ്ടിട്ട് നല്ല കറിയാവുന്നു, പക്ഷെ നല്ല എരിവായിരിക്കും കേട്ടോ. ഫ്രണ്ട്സ് ആണ് നമ്മളിത് നന്നായിട്ടാണ് ഈ മിക്സ് എല്ലാം കൈപ്പറ്റിയിരുന്നെന്ന് വെച്ചോക്കാം. ആ വെളിച്ചെണ്ണ ഒന്നും വലിയ എരിവില്ലാത്തൊക്കെ പോകുന്നുണ്ട്. വെളിച്ചെണ്ണയുടെ ചെറിയ കൽപ്പമാകുന്നുണ്ട്, പക്ഷെ അത് സ്വാഭാവികം. വെളിച്ചെണ്ണ തേച്ചില്ലായിരുന്നെങ്കിൽ പിന്നെ തേക്കാൻ പറ്റില്ലായിരുന്നു. കട്ട വെച്ച് കുഴപ്പമില്ലായിരുന്നു, നല്ല സാധനമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, പക്ഷെ ഉള്ളിലേക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മൾ വരഞ്ഞത് ചിത്രം ശരിയായില്ലെങ്കിൽ നമുക്ക് ഒന്ന് ശരിയായില്ലെങ്കിൽ നമുക്ക് രണ്ടുണ്ടല്ലോ, രണ്ട് ശരിയായില്ലെങ്കിൽ മൂന്ന്, അങ്ങനെ കിടക്കുമല്ലോ. നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യും. പിന്നെ ഇത് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഒരു പാത്രത്തിൽ അടച്ചു വെക്കാൻ പോകണം. എന്നിട്ട് ഇത് റെഡിയായി കഴിയുമ്പോൾ നമ്മൾ കഴിക്കുന്ന വേണ്ടി ഷോർട്സിൽ ഇട്ടേക്കാം കേട്ടോ. നമ്മൾ ഈ മുളക് മിക്സ് ചെയ്ത പാത്രത്തിലേക്ക് തന്നെ എടുത്ത് വെക്കുന്നുണ്ട്. ഒരു വലിയ പാത്രം എടുത്തിട്ടില്ല, വെച്ച് നമുക്ക് ഇങ്ങനെ അടച്ചു ഇനി ഒരു 5 minutes അല്ലെങ്കിൽ 10 minutes അത്രയെങ്കിലും ഇരിക്കട്ടെ. അത് കഴിയുമ്പോൾ നമ്മൾ ഇത് കഴിക്കുന്ന വീഡിയോ കഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് വീഡിയോ നമ്മളെ ഷോർട്സിൽ ഇടുന്നതായിരിക്കും. അങ്ങനെ എല്ലാവർക്കും കഴിയുന്ന ഇതാണ്. ഇതൊക്കെ ഞാനാണെങ്കിലേ കൈ ഒന്ന് കഴുകിയിട്ടാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. എന്നെ സബ്സ്ക്രൈബ് ഇതൊക്കെ ചെയ്താലേ ഞാൻ ഇന്ന് വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് അപ്ലോഡ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും